ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി കിടിലം ബോട്ടി ഫ്രൈ. ഇപ്പോൾ ബോട്ടി ഞാൻ നല്ലവണ്ണം 3-4 പ്രാവശ്യം നല്ലവണ്ണം വൃത്തിയാക്കി അതിലുള്ള ചപ്പച്ചവറുകളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയ ബോട്ടിയാണ് ഞാനിവിടെ. നമ്മളെ ബോട്ടി കണ്ടില്ലേ, നല്ലവണ്ണം വെട്ടി തിളച്ച് നമുക്കതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി ചതക്കരുത് കേട്ടോ, ഇതേപോലെ കട്ട് ചെയ്തത്. പിന്നെ ഇത് ചീരുള്ളിയാണ്, ചെറുള്ളി എന്ന് പറയാം നമ്മൾ. അത് നടുപൊളിച്ചിട്ടാണിത്. അതേപോലെ ചെറിയ പീസാക്കിയാണ് കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ക്രഷാണ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അത് 2-3 സവാള. അതുപോലെ തന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഉലുവുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം പാടെ പൊടിച്ചിട്ട് വേണം നമുക്ക് ഇതിൽ ചേർത്തെടുക്കാൻ കേട്ടോ. നമ്മൾ കുരുമുളക്, പെരിഞ്ചീരകം, ഉലുവ പിന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചത്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ബോട്ടി വീണ്ടും ഒരു കുക്കറിൽ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. മുളക് ആവശ്യത്തിന് നോക്കിയിട്ടാണ് മതി കേട്ടോ. നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്, പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പൊടി കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ കമ്പിൽ നമുക്ക് മസാല ചെയ്യുമ്പോൾ അതിൽ കൂട്ടിയിടാം. ഉപ്പ് ഞാൻ ആദ്യം കുറച്ചിട്ടുണ്ട്. ബോട്ടി ആ ചൂടുവെള്ളത്തിൽ പുഴുങ്ങുന്ന സമയത്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്യാം. കമ്പിയെല്ലാം നോക്കിയിട്ട് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചി ഒരു അല്പം. ചെറുള്ളി ഞാൻ 2 പീസാക്കിയതാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി നമുക്ക് മസാല കൂട്ടുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ വെളുത്തുള്ളി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. സവാള തന്നെ അതേപോലെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞ 2-3 മുളക് ചേർത്തിട്ടുള്ളൂ. മൊത്തത്തിൽ ഓവർ എരിവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഇതിൽ തുള്ളി ആഡ് ചെയ്യാൻ പാടില്ല. വെള്ളം ചെയ്താൽ ഓവർ വെള്ളവും അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് പിന്നെ കുരുമുളകും പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ഉലുവയും പൊടിച്ചതാണ്. അതിൻ്റെ അത് ഞാൻ കാട്ടിയിട്ടുണ്ട് മുന്നേ. കൂടുതലിടരുത്, കൂടുതൽ വന്നാൽ കുത്തു വരും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗരം മസാലയും പൊടിച്ചതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാടൊന്ന് ശരിക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. മസാല എല്ലാ ഭാഗത്തും എത്തണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം പുഴുങ്ങി വെള്ളം മൊത്തം ഊറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ ഇതിൽ കിടക്കണം കേട്ടോ. മസാല ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഉള്ളി ഇതൊക്കെ വയറ്റിയെടുക്കുമ്പോൾ അതിൽ മസാല കൂട്ടും. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നാരങ്ങ നീര് കേട്ടോ ഇതിൽ ആഡ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് വന്ന് വേറെ ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. കുക്കർ അടച്ചിട്ട് ഒരു 8 വിസിൽ, കുക്കർ മൂടി വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കർ 8 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കട്ടെ. അവർ ദമ്മിൽ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് വൈഫാനായിട്ടേക്ക് നമ്മൾ എണ്ണ വയ്ക്കണം. ആവശ്യത്തിന് എണ്ണ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ടി ബാക്കി വെക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കട്ടി ആഡ് ചെയ്ത് അപ്പോൾ ഇത് ഞങ്ങൾ ചെറുള്ളി ചെറുതാക്കി കിട്ടിയിരുന്നത്. ചെറുള്ളി ആഡ് ചെയ്യാം. ചെറുള്ളി എത്ര ചെറുതാൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം ഇഷ്ടം മുട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. സവാളയും കൂടി അതുപോലെ ആഡ് ചെയ്തിട്ട് നല്ലോണം വൈൻഡ് വരട്ടോ. ഉള്ളി അരച്ചൊക്കെ പാടില്ല. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് അതുപോലെ കുറച്ച് സോഫ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ കുക്കറിൽ കൂടുതൽ മസാല ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കൂടി തമ്മിലൊന്ന് കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഓവറാണ് കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ നല്ല കുത്തു വരും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യും. മല്ലിപ്പൊടിയാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ലൊരു കളറും അതിനെക്കുറിച്ച് ജാസ്തി ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്ന വരെ നമ്മൾ അരി പിടിക്കാൻ നല്ല ഉഷാറായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ ചില ആൾ കാശ്മീർ ചില്ലി ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കാശ്മീർ ചില്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കളർ കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിലാർക്ക് താല്പര്യമില്ലാത്തത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നല്ല ഉഷാറായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ചിട്ടില്ല. അത് തുറന്ന് തിരിച്ചിട്ടാണ് തുറന്നതിന് ശേഷം കൈ വന്നിട്ട് കേട്ടോ. അടിയിലൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി മാഷാഅല്ലാ ഉഷാറായിട്ട് നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യാം. നല്ല മിക്സാക്കി എടുക്കണം. കറക്റ്റ് 8 വിസിലാണ്. 8 വിസിൽ അടിച്ചിട്ടുള്ളൂ. അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഈ മസാലയിൽ കിടന്നിട്ടുള്ള ദമ്മാവട്ടെ അല്ലേ. നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതിൽ വേണ്ട കുറച്ച് പച്ചവെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ആക്കും. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തൊരു മിക്സ് ആക്കി വെച്ചാലും നല്ല ടേസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രതിഭ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് കുട്ടികൾക്കുണ്ടാകുമ്പോൾ നമുക്ക് എരിവ് കൂടുതൽ കുട്ടികൾ കഴിക്കില്ല.
ചായതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അടിച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം.